അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനോടുള്ള സർവാദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറയുന്നത്, ഉസ്താദ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു, ചില ഹുദവികളും വാഫികളും പേരെടുത്ത് ഉസ്താദ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ വയ്യല്ലോ. കാരണം ഈ ഹുദവികളും വാഫികളും മാത്രമാണോ ഉസ്താദെ നിങ്ങൾ പറഞ്ഞ ആ നിലപാടിൽ ഉള്ള ആളുകൾ? എത്ര പൈസമാർ ഉസ്താദിന് എണ്ണിത്തരണം, എത്ര ദാരിമിമാർ ഉസ്താദിന് എണ്ണിത്തരണം. ഒരുപാട് പിന്നെ ബിരുദധാരികൾ ഉസ്താദെ വാഫികളും ഹുദവികളും അല്ലാത്ത ആളുകളുണ്ട്. കാരണം എന്താ അറിയോ? അവർ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നവരും അറിയുന്നവരുമാണ്. ആര് പറഞ്ഞാലും ഹക്കിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് ഉസ്താദെ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. എന്തിനേറെ പറയണമെന്നു, ഉസ്താദിൻ്റെ മകൻ വരെ ഉസ്താദ് പറയുന്ന നിലപാടാണോ എന്ന് ഉസ്താദ് ഒന്ന് ആലോചിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നത്. പിന്നെ അവിടെ ബിദാത്ത് പരിപാടി, ബിദാത്ത് ആശയങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴും സമസ്തക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് വാഫികളുണ്ടല്ലോ ഉസ്താദെ. അപ്പോൾ അവർ ഈ ബിദാത്തിൽപ്പെട്ട ആളുകളല്ലേ? എന്ന് മാത്രമല്ല, ഉസ്താദിൻ്റെ പേരക്കുട്ടി വരെ വഫിയക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഉസ്താദ് ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് സ്വന്തം ആലോചിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ആ കാര്യത്തിലൊരു മൗനമെങ്കിലും ആകാമായിരുന്നു ഉസ്താദിനെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വന്തം പേരക്കുട്ടി പോലും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് ഉസ്താദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ധാരാളം സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മക്കളോ പേരമക്കളോ ഭാര്യമാരോ ഒക്കെ ആയിട്ടുള്ളവർ പിന്നെ അതിൽ പഠിച്ചു വന്നവരാണ്, വഫിയകളാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മരുമക്കളോ എന്തോ ആവട്ടെ, ഒക്കെ വഫിയകൾ, ഒരുപാട് വഫിയകളുണ്ട്. അപ്പോൾ അവിടെ ബിദാത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ബിദാത്തുകാരായി മാറിയിട്ടുണ്ടാകണം. ഒന്ന്. പിന്നെ ഉസ്താദിൻ്റെ വേവലാതി, ഇനി അവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സമസ്ത പറഞ്ഞിട്ട് അനുവദിച്ചില്ല. ഉസ്താദെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്ന ആർക്കും എപ്പോഴും കയറി വന്ന് പരിശോധിക്കാമെന്ന് CIC സമ്മതിച്ചിട്ടുണ്ട്. ഉസ്താദിന് അറിയുമായിരിക്കുമെന്ന് കരുതുന്നു. ഏതായാലും സാധാരണക്കാരുടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല, അവർക്ക് തെറ്റിദ്ധാരണ വരും. അപ്പോൾ അത് ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല. കാരണം CICയിൽ എവിടെയും എപ്പോഴും സമസ്ത കലിമത്തുലമായി പറയുന്ന ആളുകൾക്ക് വന്ന് പരിശോധിക്കാം. ഉസ്താദ് പറഞ്ഞപ്പോൾ അതാണല്ലോ, അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പോകാമെന്ന്. അത് പോകണ്ടെന്ന് CIC പറഞ്ഞിട്ടില്ല ഉസ്താദെ. CIC പറഞ്ഞിട്ടില്ല, എപ്പോഴും കയറി ചെന്ന് പരിശോധിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ വേറൊന്ന് പറയാനുള്ളത്, സമസ്ത കലിമത്തുലമായുടെ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് CIC പറഞ്ഞില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടോ ഉസ്താദ് സമസ്തൻ്റെ കീഴിൽ? ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ പറഞ്ഞതുണ്ടോ? ഒരു സ്ഥാപനത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില സ്ഥാപനത്തിൽ അതുപോലില്ല, സമസ്തൻ്റെ അന്ന് പോലും ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായില്ല? ഒരു സംഗതിയും പറയാത്തത്. അപ്പോൾ ഇതെന്താ ഉസ്താദ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരു കാര്യം, ഒരു കൂട്ടർക്ക് മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് നടക്കുമെന്ന് തോന്നുന്നത് അവരെട്ടിങ്ങനുണ്ട് കൊല്ലുക, നെക്കിക്കൊല്ലുക, അല്ലെങ്കിൽ അവരെട്ടിങ്ങോട്ട് വഷളാക്കുക, അതിന് ഉസ്താദെ ഈ ഉമ്മത്ത് അനുവദിക്കൂല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല ഉസ്താദെ, ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ സമസ്ത പറയുന്നത് അതേപോലെ നിങ്ങൾ വരിക്കുമെന്ന് പറഞ്ഞാൽ ഏത് സ്ഥാപനം ഒന്ന് കാട്ടിത്തരും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ആദരപൂർവ്വം ചോദിക്കുകയാണ്. പിന്നെ ഉസ്താദ് പറഞ്ഞു, പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് വേറെ സംവിധാനമാണെന്ന് അറിയാണ്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നു എന്ന്. ഉസ്താദെ, എത്ര സ്ഥാപനങ്ങളെയാണ് ഭീഷണിപ്പെടുത്തിയിട്ട്, ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉസ്താദെ ഈ പുതിയ SNECയിലേക്ക് കൊണ്ടുവന്നത് ഉസ്താദെ? ഇതൊക്കെ നിങ്ങൾ ആരോടാ പറയണത്? മാണെങ്കിൽ എണ്ണി പറഞ്ഞുതരാം. ഇത്ര സ്ഥാപനത്തുകൾ ഇന്ന ആൾ വിളിച്ചു, ഇന്ന ആൾ ഇത്ര കോൾ ചെയ്തു, ഇന്ന ആളുകൾ വിളിച്ചു, ഇന്ന ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊന്നും ആളുകൾ സാധാരണക്കാർക്ക് അറിയില്ലേ കാര്യം, പക്ഷെ നമുക്കതൊക്കെ കൃത്യമായിട്ട് അറിയാം ഉസ്താദെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ വളരെയേറെ ഉസ്താദിനെ പോലുള്ള ആളുകൾ ഈ സമസ്തൻ്റെ മഹത്വം പിന്നെ കളയുന്ന തരത്തിലുള്ളൊരു സംസാരിക്കാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിലെടുക്കണം. കാരണം ഇന്നുള്ള ജനങ്ങളൊന്നും അന്ധമായി അങ്ങ് വിശ്വസിക്കുന്നവരല്ല സമസ്തയുടെ പ്രവർത്തകന്മാർ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും, പഠിക്കും, ഒക്കെ ചെയ്യും. പിന്നെ ഉസ്താദിനോടൊന്നുകൂടി പറയാനുള്ളത്, അതായത് പിന്നെ ഒന്ന് പറയാനുള്ളത്, ഏതൊരു പിന്നെ തൂക്കുകാർ വിധിക്കപ്പെട്ടൊരു പ്രതിയാണെങ്കിൽ പോലും ആ പ്രതിയുടെ ഒരു അവസാനത്തെ ആഗ്രഹം ഒന്ന് ചോദിക്കും. അവസാനത്തെ ആഗ്രഹം എന്താണെന്നൊന്ന് കേൾക്കും ഉസ്താദെ. ഇവിടെ ഹക്കീം ഫൈസിക്ക് സുന്നത്ത് ജമാഅത്ത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്, മുബത്തദി ആയിട്ടുണ്ട്, ഫാസിഖായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം അല്ലെങ്കിൽ മതത്തിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടുണ്ടെന്നൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കലിമത്തുലമായെ പോലുള്ള ഒരു മഹാപണ്ഡിത സഭ പറയുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ ആ വ്യക്തിയെ ഒന്ന് വിളിച്ചു വരുത്തി. കാരണം ഒരു ഉസ്താദ് വിദ്യാർത്ഥിയെ, ഉസ്താദിനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം വിദ്യാർത്ഥികളോട് എങ്ങനെ പറയണം, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുട്ടീനെ പിടിച്ചിട്ട് 4 അങ്ങോട്ട് തല്ലലല്ല വേണ്ടത്. അത് കൃത്യമായി ഒന്ന് പഠിക്കുക, ആ കുട്ടിയെ ഒന്ന് വിളിച്ചെടുത്തുക, എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കുക.
ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു രക്ഷിതാവ് ഒരു മകനോട് കാണിക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു ഉസ്താദ് ശിഷ്യനോട് കുട്ടികളോട് കാണിക്കുന്ന ഒരു കാര്യങ്ങളെങ്കിലും ഹക്കീം ബേസിയുടെ കാര്യത്തിൽ സമസ്ത ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ സമസ്തനെ തള്ളി പറയാമെന്ന് പറയണ്ട, ഇതൊന്നും പറയാതിരിക്കാൻ വയ്യല്ലോ. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, ഹക്കീം ബേസിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട്, ചുരുങ്ങിയത് മൂപ്പരെ വിളിച്ചിട്ട് ഒന്ന് പറയാനെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ ഒരു വിഷയങ്ങളുണ്ട് എന്ന് കേൾക്കാനുള്ള ഒരു നല്ല മനസ്സെങ്കിലും മഹാന്മാരായ പഴയകാല പണ്ഡിതന്മാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹക്കീം ബേസിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ ഉസ്താദേ. അപ്പോൾ ഇതൊക്കെ വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. സാധാരണ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പം CAC-യുമായുള്ള വിഷയത്തിലേക്ക്, CAC-CAC-ൻ്റെ കാര്യത്തിൽ അങ്ങനെ പോകട്ടെ. അത് ഭംഗിയായി പാണക്കാട് സാദാത്യങ്ങൾക്കും മുഷാവർ മെമ്പർമാരായ ആളുകൾ പോലും ഇപ്പോഴും ആ സംവിധാനത്തിൻ്റെ ഒപ്പമുണ്ട്. ധാരാളം ഉമറാക്കൾ ആ സംവിധാനത്തിനൊപ്പമുണ്ട്. അത് അതിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് അതിനെ ഒരു സന്തോഷത്തോടു കൂടി കുട്ടികൾക്ക് ദീൻ പഠിക്കാനുള്ളൊരു സ്ഥാപനം സംവിധാനമാക്കി അതിനെ സമസ്തകളിൽ വിടുക. അപ്പോൾ അതിനെ എന്താ പറയുക, അതിനെ കുത്തി നോവിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടങ്കോലിട്ടുകൊണ്ട് തുഴഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വഷളാക്കി നമ്മളെ തമ്മിൽ വിവാദത്തിലാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഈ പ്രശ്നം തന്നെ പരിഹരിക്കപ്പെടണം. CAC-യുമായി, കാരണം പാണക്കാട് സാദാത്യങ്ങൾ അതിന് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഉസ്താദെ. അതൊരു യാഥാർത്ഥ്യമാണത്, നിഷേധിച്ചിട്ട് കാര്യമില്ല, ആർക്കും അറിയാവുന്നതാണ്. കാരണം പാണക്കാട് സാദാത്യങ്ങൾ അതിൻ്റെ എപ്പോഴും അതിൻ്റെ തലപ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ നമ്മുടെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും 90%. ബാക്കിയുള്ളതൊക്കെ പുഷ്പം പോലെ പരിഹരിക്കാവുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവത്തിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. പിന്നെ നമ്മൾ മുഖ്യമായി നമ്മളിടയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്, ഉസ്താദിൻ്റെ നാട്ടിലൊരു വിഷയം അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അയലക്കത്തൊരു വിഷയം. അതിലേക്ക് ഉസ്താദ് പോയിട്ടൊന്നുമില്ല, അതിനെപ്പറ്റി ഒന്നും മുണ്ടിയിട്ടില്ല. ദാറുൻ നജാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിഷയം ദീനി സംവിധാനമാണ്, നമ്മളെ ഉസ്താദ്മാരാണ് അല്ലേ. നമ്മൾ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് ദീന് പറഞ്ഞിട്ട് ഒക്കെയാണ് നമ്മൾ ഇതിനോട് ക്യാഷ് വാങ്ങിക്കുന്നതും പാവങ്ങളോട് പറയുന്നതും നമ്മൾ ദീനിൻ്റെ നടുത്തൂണുകളാണെന്നൊക്കെയാണ് എല്ലാവരോടും നമ്മൾ പറയുന്നത്. അങ്ങനെ തന്നെയാണ് 99% ആളുകളും. അതിൽ വളരെ തുച്ഛം ചില ആളുകൾ ഇത്തരക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉസ്താദൊന്നും കണ്ടിട്ടുണ്ടാവൂലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ. ദാറുൻ നജാത്ത് അന്ന് അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഉസ്താദെ. അപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ വരണപ്പോൾ, കാരണം ഇപ്പോൾ അവിടെ നമ്മളെ മുന്നിലുള്ളത് CIC അല്ല. അത് മഹാന്മാരായ പണ്ഡിതന്മാർ പരിഹരിക്കട്ടെ, പരിഹരിക്കപ്പെടണം, പരിഹരിച്ചേ പറ്റൂ. നമുക്ക് ഒരുമയോടെ പോകണമെങ്കിൽ പരിഹരിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഉമ്മത്ത് ചിന്ന ഭിന്നമാകും. നമുക്കിടയിൽ തർക്കങ്ങൾ നിലനിന്നുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർക്കുള്ള എന്താ പറയുക, പണ്ഡിതന്മാരോടുള്ള ബഹുമാനം ഉമ്മത്തിന് നഷ്ടപ്പെടും. ധാരാളം പണ്ഡിതന്മാർ വയ്യാതാരാകും. ഒരു തർക്കമില്ല കാര്യത്തിൽ, ജോലിയില്ലാതെ തേരാപേര നടക്കും. കാരണം പഴയ കാലത്ത് സംസ്ഥകൾ ദൈവത്തുല്യമായി AP ഭാഗം പോയ ആ കാലത്തുണ്ടായ അവരുടെ അവസ്ഥ നമുക്കറിയാം. AP വിഭാഗത്തിൽപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ തേരാപേര നടന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അവസരം നമ്മൾ ആളുകൾക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ ഗൗരവത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഐക്യത്തോടു കൂടി കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, കാരണം പരസ്പരം നമ്മൾ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്, സമസ്തയുടെ പ്രവർത്തകന്മാരാണ് എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് നല്ല രീതിയിൽ പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാന്മാരെ കൂടെ നിന്നുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഈ വിളയിലും കുമ്മണിപ്പറമ്പിലൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താ വെച്ചാൽ തനി തോന്നിവാസാണ്. തനി തോന്നിവാസം എന്ന് വെച്ചാൽ തനി തോന്നിവാസാണ്. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ലീഗിൻ്റെ അല്ലെങ്കിൽ ഉമറാക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നൊക്കെയാണ് അത് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ ആ വന്ന ആളുകളെ കാലിന് മുട്ടലിൽ തച്ചും കുറിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിക്കാർ. അന്ന് അവരെന്താ കണക്കൂട്ടി തന്നെ നിഷ്കളങ്കരാണല്ലോ. കാരണം നമ്മുടെ പ്രവർത്തകന്മാർ, സമസ്തൻ്റെ പ്രവർത്തകന്മാർ എപ്പോഴും നിഷ്കളങ്കരാണ്. കാരണം ലീഗരുമാണ്, നിഷ്കളങ്കരുമാണ്. അവർ പാവങ്ങളാണ്. അവർക്ക് സുന്നത്ത് ജമാഅത്ത്, ദീന്, സമസ്ത, ലീഗ് ഇതൊക്കെയാണ് അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരുട്ട് ബുദ്ധിയും കുതന്ത്രവും നടത്തുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ചോറ് തിന്നിട്ട് നമ്മളെ തന്നെ കൊത്താനാണെന്നുള്ള ഒരു അറിവ് ഈ പാവങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ അതാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ SNEC-ൻ്റെ സംസ്ഥാന പുതിയ വിദ്യാഭ്യാസ പദ്ധതി SNEC-ക്ക് പോയി എന്ന് പറഞ്ഞിട്ടല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ ബലമായി പ്രയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പിടിച്ചെടുത്തത് ഒന്ന്. രണ്ടാമത്തത് ഇതേപോലെ സമസ്തയല്ലേ എന്ന് കരുതി നിഷ്കളങ്കമായി ഏറ്റെടുത്തത്. കാരണം സമസ്തൻ്റെ ഒരു സംവിധാനമാണ്, സമസ്തയാണ് എന്ന് കരുതിയിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കുത്തിത്തിരിപ്പുകളും അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ പാരയാണെന്നും നമ്മളെയാണ് ഇത് തിരിഞ്ഞു കുത്താൻ നിൽക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് ഉമറാക്കൾക്ക് ഉണ്ടായിട്ടുള്ളത്, ഒരുപാട് അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഉണ്ടായിട്ടുള്ളത്.
ഇതൊക്കെ അന്നായിരുന്നുണ്ടെങ്കിൽ ഉപ്പ് തൊട്ട കാലം പോലെ അന്നേരം അവിടെ അവസാനിച്ചിരുന്നു ESNEC. മനസ്സിലല്ലേ? നമുക്ക് വേണ്ടത് എന്താ? സത്യസന്ധമായി മുന്നോട്ട് പോവുക. ഈ ഉമറാക്കളെ മുഖവേക്കലെടുത്തിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? അതല്ലാതെ അതിനിടയിൽ കയറി ഫസാദും പിത്തനും ഉണ്ടാക്കി കണ്ട് ലീഗിനും സമസ്തനും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുക. ഇതിനൊന്നും ഈ ഉമറാക്കൾ സഹായിക്കൂല, സഹകരിക്കൂല, സമ്മതിക്കൂല. അതാദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇന്നാവേണ്ടിയിരുന്ന അതൊക്കെ എത്ര സ്ഥാപനം കിട്ടുന്നെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അന്ന് അവർ ഉന്തിച്ചെന്താ സമസ്ത, കാരണം നിഷ്കളങ്കമായി സമസ്തയെ സ്നേഹിച്ചു അവർ. പക്ഷെ ത്വരപ്പന്മാർ ഇതിനുള്ളിൽ കയറി കൂടുന്നും ത്വരപ്പം പണി ചെയ്യുന്നും നമ്മളെ മേലെയാണ് ഇത് വളരുന്നതെന്നുള്ളതൊന്നും അവർക്ക് അറിയില്ലല്ലോ. ഇത് പാവങ്ങൾ എന്ത് ചെയ്യാനാ? നമ്മളെ നിഷ്കളങ്കരായ ഉമ്രാക്കൾ ഇന്ന് വിരൽ കടിക്കുന്നുണ്ടാവും അവരൊക്കെ പാവങ്ങൾ. കാരണം നമ്മുടെ അടുത്ത് പറ്റിയ പിഴവ് ആലോചിച്ച് അവരിങ്ങനെ പ്രയാസത്തിലായിരിക്കും. ഒരുപാട് സ്ഥാപനം നടത്തുന്ന നേതാക്കന്മാരും ഉമ്രാക്കൾ.